പ്രാർത്ഥിച്ചിരുന്നു. നാക്ക് പോയി, ആള് സംസാരിക്കുമെന്ന് ഒരു ഉറപ്പുമില്ല. നാക്ക് പോയ ആളിൻ്റെ അവസ്ഥ എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ മാതാവേ, എനിക്ക് എൻ്റെ ഭർത്താവ് സംസാരിച്ച് കേൾക്കാൻ കഴിഞ്ഞാൽ ഏത് ലോകത്താണ് മാതാവ് ഇരിക്കുന്നതെങ്കിലും ഞാൻ ആ സമയം മാതാവിൻ്റെ മുന്നിൽ എത്തിയേക്കാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. സർജറി കഴിഞ്ഞ് ഒരാഴ്ച കഴിയും മുന്നേ എൻ്റെ ഭർത്താവ് നാക്കില്ലെങ്കിൽ കൂടി എൻ്റെ അടുത്ത് ചെറുതായിട്ട് സംസാരിച്ചു. എനിക്ക് അത്ഭുതം തന്നെയായിരുന്നു. ഞാൻ അതിൻ്റെ അടുത്ത ദിവസം എനിക്കറിയില്ല, എനിക്ക് തേടി പിടിച്ച് ഞാൻ ഇവിടെ വന്നു. ഇവിടെ വന്ന സമയം ഉടമ്പടിയെക്കുറിച്ച് എനിക്ക് ഒന്നും അറിയില്ല. ഞാൻ ഇവിടെ വന്ന് എല്ലാവരോടും ചോദിച്ചു എങ്ങനെയാണ് ഉടമ്പടി എടുക്കണേന്ന് പറഞ്ഞു. അപ്പോൾ രാവിലത്തെ സമയം കഴിഞ്ഞു, 2 മണിക്കേ ഉടമ്പടി എടുക്കാൻ പറ്റുള്ളൂ. ഞാൻ കയറി, എനിക്ക് തിരിച്ച് തിരുവനന്തപുരത്ത് പോകണം. പക്ഷേ എനിക്ക് അതൊന്നും പ്രശ്നമായിരുന്നില്ല. ഞാൻ 2 മണിയുടെ ഉടമ്പടി കയറി. വീട്ടിൽ എൻ്റെ കൊച്ചാണ് അച്ഛനെയും എൻ്റെ അമ്മയെയും നോക്കിക്കൊണ്ടിരിക്കുന്നത്, വേറെ വീട്ടിൽ ആരുമില്ല. ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് തിരിച്ചു ചെല്ലുമ്പോൾ എൻ്റെ അമ്മ ഈ കാല് പ്ലാസ്റ്റർ ഇട്ട സമയത്ത് മാനസികമായി തകർന്നു. കാരണം